റേഡിയോ ആക്ടിവിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ റേഡിയോ ആക്റ്റീവ് സീരീസ് പഠിച്ചു. അതായത് നമ്മൾ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് എടുത്താൽ അത് മറ്റൊരു എലമെൻ്റായിട്ട് ഡീക്കേ ചെയ്യുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ എലമെൻ്റ് ഇതും എന്താകണം എന്നില്ല, സ്റ്റേബിൾ ആകണം എന്നില്ല. അപ്പോൾ അത് മറ്റൊരു എലമെൻ്റായിട്ട് ഡീക്കേ ചെയ്യുന്നു. അങ്ങനെ ഈ ചെയിൻ കണ്ടിന്യൂ ചെയ്യുന്നു ടിൽ എ സ്റ്റേബിൾ എലമെൻറ്റ് ഈസ് ഫോംഡ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഒരു റേഡിയോ ആക്റ്റീവ് സീരീസ് എന്ന് പറഞ്ഞത്. ഈ റേഡിയോ ആക്റ്റീവ് സീരീസിൽ ഈ എലമെൻറ്റിൽ അതായത് ആദ്യം ഉണ്ടായിരുന്ന എലമെൻറ്റുകളുടെ എല്ലാം തന്നെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ലോങ് ലൈഫ് ടൈം ആണെങ്കിൽ ഒരേ സമയത്ത് ഈ എല്ലാ എലമെൻസും സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ദേ ഓൾ ക്യാൻ എക്സിസ്റ്റ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ ലോ ഓഫ് സക്സസീവ് ഡിസൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എഴുതിയത് ഇപ്പോൾ ഈ A2B to C ഇങ്ങനെ ഒരു സീരീസ് ആണെങ്കിൽ ഇതിൻ്റെ ആണ് നമ്മൾ N2 എന്ന് വിളിച്ചത്. നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് B ആണ് N2 എന്ന് വിളിച്ചത്. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ. ഇതേ രീതിയിൽ നമുക്ക് ഈ റേഡിയോ ആക്റ്റീവ് സീരീസിലുള്ള ഏത് എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസിനെ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു റേഡിയോ ആക്റ്റീവ് സീരീസ് എടുത്താൽ അതിൽ കുറച്ച് സമയത്തിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഇക്വിലിബ്രിയത്തിലേക്ക് ആ സിസ്റ്റം എത്തിച്ചേരുന്നുണ്ടോ അല്ലേ. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലേ, മാറ്റമില്ലാത്തൊരവസ്ഥ, അതാണ് ഒരു ഇക്വിലിബ്രിയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സ്റ്റേറ്റിലേക്ക് ഈ സിസ്റ്റം എത്തിച്ചേരുന്നുണ്ടോ, അതോ എപ്പോഴും ഇതൊരു ചേഞ്ചിങ് സ്റ്റേറ്റിലായിരിക്കുമോ. ഓക്കെ, അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് തരം ഇക്വിലിബ്രിയം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു സെക്യുലർ ഇക്വിലിബ്രിയമാണ്, രണ്ടാമത്തേത് ഒരു ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയമാണ്. അപ്പോൾ നമുക്കിത് രണ്ടും ക്ലിയറായിട്ട് പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഏതാ പഠിക്കേണ്ടത്, സെക്യുലർ അല്ലെങ്കിൽ പെർമനൻ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ബേസിക്കലി എന്താണെന്ന് ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ ഞാൻ ഇത്തരത്തിലൊരു സീരീസ് എടുത്തു എന്ന് വിചാരിക്കുക, A2 B2 C2 D. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ്. അതിൽ വന്നിട്ട് സീരീസ് ND ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തരം ഒരു സീരീസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. അതിൽ ഈ രണ്ട് എലമെൻറ്റും എടുക്കുക. ഓക്കെ, ഈ എയുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് വെരി വെരി ലോങ് ആണെന്ന് വിചാരിക്കുക. വെരി വെരി ലോങ് ലൈഫ് ടൈം ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയുന്നത് വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിക്കുക. എയ്ക്ക് വെരി വെരി ലോങ് ലൈഫ് ടൈം ആണെങ്കിൽ എയുടെ നമ്പർ ഓഫ് ആറ്റംസിനെ നമുക്ക് പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് എന്ന രീതിയിൽ എടുക്കുക അല്ലേ. കാരണം ഒരുപാട് നേരം അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ഡീക്കേ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ. അതുകൊണ്ട് പ്രാക്ടിക്കലി അതെന്ത് തന്നെ എടുക്കാം, ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എ ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് എന്ന് എടുക്കാം. ഇനി നമ്മൾ അടുത്ത ബിയുടെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ബി ഓൾസോ റിമൈൻസ് പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുവെങ്കിൽ അതിനെ വിളിക്കും സെക്യുലർ ഓർ പെർമനൻ്റ് ഇക്വിലിബ്രിയം. എന്താണ്, എയുടെ ലൈഫ് ടൈം വളരെ വളരെ നീണ്ടതാണ് എങ്കിൽ ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം after a long time a stage is reached when the number of atoms of B is almost constant. ബിയുടെ നമ്പർ ഓഫ് ആറ്റംസും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നു. അതിനെ വിളിക്കും സെക്യുലർ ഓർ പെർമനൻ്റ് ഇക്വിലിബ്രിയം. ഇൻ എ റേഡിയോ ആക്റ്റീവ് സീരീസ്, ഇഫ് parent has a very very long half-life period, a state is reached after a very long time when the rate of decay of the parent becomes equal to the rate of decay of the daughter. അതായത് എന്താ നമ്മൾ പറഞ്ഞത്, പാരൻറ്റിൻ്റെ ഡീക്കേ റേറ്റും ഡോട്ടറിൻ്റെ ഡീക്കേ റേറ്റും ഈക്വൽ ആകുന്നു. അപ്പോൾ പാരൻറ്റിൻ്റെ റേറ്റ് ഓഫ് ഡീക്കേ എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഡോട്ടർ അല്ലേ.
അപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെയാ പറയാം, റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഡോട്ടർ ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡീക്കേ ഓഫ് ഡോട്ടർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി, ഡോട്ടറിൻ്റെ എണ്ണം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു അല്ലേ. എത്ര എണ്ണം ഉണ്ടാകുന്നു അത്ര എണ്ണം ഡീക്കേ ചെയ്യുന്നു. അപ്പോൾ എന്തായി, അത് കോൺസ്റ്റൻ്റ് ആണ്, ഡോട്ടറിൻ്റെ എണ്ണം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അത് തന്നെയല്ലേ നമ്മൾ ആദ്യവും പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്, പല രീതിയിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ റേറ്റ് ഓഫ് ഡീക്കേ ഓഫ് പാരൻറ്റ് ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡീക്കേ ഓഫ് ഡോട്ടർ. അല്ലെങ്കിൽ എഴുതാം റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഡോട്ടർ ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡീക്കേ ഓഫ് ഡോട്ടർ അല്ലേ. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡോട്ടർ ആറ്റംസ് റിമൈൻസ് ദ സെയിം. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം പാരൻറ്റിൻ്റെ ലൈഫ് ടൈം വളരെ വളരെ വലുതാണ്. സോ ദ നമ്പർ ഓഫ് പാരൻ്റ് ആറ്റംസ് റിമെയിൻസ് പ്രാക്ടിക്കലി സെയിം അല്ലേ. കാരണം ഡീക്കേ റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം, ദ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പം നമ്മൾ പറഞ്ഞു പാരൻറ്റിൻ്റെ എണ്ണവും ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, ഡോട്ടറിൻ്റെ എണ്ണവും ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ രണ്ട് കോൺസ്റ്റൻറ്റിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും അല്ലേ. സോ ദ പ്രപ്പോർഷൻ ഓഫ് ദ പാരൻ്റ് ആൻഡ് ഡോട്ടർ ആറ്റംസ് ഇൻ ദ മിക്സ്ചർ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അപ്പോൾ നമ്മൾ പാരൻറ്റിൻ്റെ എണ്ണത്തിനെ N1 എന്ന് വിളിച്ചു, ഡോട്ടറിൻ്റെ എണ്ണത്തിനെ N2 എന്ന് വിളിച്ചു. ഇതിൻ്റെ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് സമയമനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ ഇത് പല രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. എന്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഓഫ് ഡോട്ടർ ആറ്റംസ് പ്രാക്ടിക്കലി റിമൈൻസ് സെയിം. ഇത് തന്നെയാണ് എന്ത് സെക്യുലർ ഇക്വിലിബ്രിയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരം ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നാൽ അപ്പോൾ കണ്ടീഷൻ എന്താണ്, പാരൻറ്റിൻ്റെ ലൈഫ് ടൈം വെരി വെരി ലോങ് ആണ്, അതായത് അതിൻ്റെ ഡീക്കേ റേറ്റ് വളരെ കുറവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരേ സമയത്തിന് ശേഷം ഒരു സ്റ്റേജ് എത്തിച്ചേരുന്നു. എങ്ങനത്തെ സ്റ്റേജാണ്, ഡോട്ടർ ആറ്റത്തിൻ്റെ എണ്ണം പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സെക്യുലർ ഇക്വിലിബ്രിയം. ഇനി ഇതിൻ്റെ പ്രൂഫാണ് നമുക്ക് നോക്കാനുള്ളത്. ഇത് എത്തരത്തിൽ ഇത് സെക്യുലർ ഇക്വിലിബ്രിയം ആണ് എന്ന് ഈ കണ്ടീഷനിൽ നിന്നും എത്തിച്ചേരണം. അതായത് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പാരൻറ്റിൻ്റെ ലൈഫ് ടൈം വളരെ വളരെ ലോങ് ആണെങ്കിൽ ഇത്തരം ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാണ്, പ്രൂഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാണ് പാരൻറ്റിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് T1 എന്നെടുക്കുക, ഡോട്ടറിൻ്റെ അത് T2 എന്നെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷൻ എന്താണ്, പാരൻറ്റ് ഹാസ് എ വെരി വെരി ലോങ് ഹാഫ് പീരീഡ്. അപ്പോൾ T1 വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ T2. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ λ1ൻ്റെ റിലേഷൻ λ1 λ2 എങ്ങനെയായിരിക്കും കണക്റ്റഡ്, നമുക്കറിയാം T ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഇക്വൽ ടു 0.693/λ അല്ലേ. അതായത് ഡീക്കേ കോൺസ്റ്റൻറ്റും ഹാഫ് ലൈഫ് പീരീഡും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് അല്ലേ. അപ്പോൾ ലാംഡ കൂടുമ്പോൾ T1 കുറയും. ആ രീതിയിലാണ് റിലേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് T1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ T2 വരുമ്പോൾ λ1 ഈസ് വെരി മച്ച് ലെസ് ദാൻ λ2. അപ്പോൾ T1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെരി വെരി ലോങ് ആണ്. അങ്ങനെയാണെങ്കിൽ λ1നെ നമുക്ക് 0ക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. അത്രയും ചെറിയ വാല്യൂ ആയിരിക്കും. λ1 ഡീക്കേ കോൺസ്റ്റൻറ്റ് ഓഫ് ദ പാരൻറ്റ് ആറ്റം വിൽ ബി ഓൾമോസ്റ്റ് 0. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ പാരൻറ്റ് ആറ്റത്തിൻ്റെ ഇക്വേഷൻ N1 ഈസ് ഈക്വൽ ടു N0 e റേസ് ടു മൈനസ് λ1t. അതായത് N0 എന്ന് പറയുന്നത് 0 ടൈമിൽ പാരൻ്റ് ആറ്റത്തിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ, ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് പാരൻ്റ് ആറ്റം N0. ഇനി N1 ഈസ് ദ പാരൻ്റ് ആറ്റം, നമ്പർ ഓഫ് പാരൻ്റ് ആറ്റംസ് ആഫ്റ്റർ ടൈം t. അങ്ങനെയെങ്കിൽ N1ഉം N0ഉം തമ്മിലുള്ള റിലേഷനാണ് N1 ഈക്വൽ ടു N0 e റേസ് ടു മൈനസ് λ1t. ഇതിൽ λ1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അതിട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും N1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു N0. എന്താ മീനിങ്, T സമയത്തിന് ശേഷം ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു ദ ഒറിജിനൽ നമ്പർ ഓഫ് ആറ്റംസ്. ആദ്യം എത്രയുണ്ടായിരുന്നു അതാണ് N0.
ഇപ്പോൾ ടി സമയത്തിന് ശേഷം എത്രയുണ്ട് n1. ഇത് രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് വെച്ചാൽ എന്താണ്, നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തത് കൊണ്ടാണ്. അതുമാത്രമല്ല എക്സാക്ട്ലി ഈക്വൽ എന്ന് പറയുന്നില്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലേ. എക്സാക്ട്ലി ഈക്വൽ ആണെങ്കിൽ ഡി കെ നടക്കുന്നില്ല എന്നാണ് അല്ലേ. ഇത് വെരി വെരി ലോങ് ലൈഫ് ടൈം ആയതുകൊണ്ട് വളരെ പതുക്കെ ഡി കെ ചെയ്യുന്നത് കൊണ്ട് n1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n0 എന്ന് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ കയ്യിലുള്ള ലോ ഓഫ് സക്സസീവ് ഡിസൻറ്റഗ്രേഷൻ ഇങ്ങോട്ട് എഴുതുക. നമ്മൾ ക്ലാസ് തുടങ്ങിയത് ഇക്വേഷനിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഇതൊന്നുകൂടെ പറഞ്ഞത്. ഇക്വേഷൻ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്തെഴുതി. n2ൻ്റെ കോൺസെൻട്രേഷൻ, ഡോട്ടർ ആറ്റത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് λ1/λ2 മൈനസ് λ1 n0 ഇൻറ്റു e റേസ് ടു മൈനസ് λ1t മൈനസ് e റേസ് ടു മൈനസ് λ2t. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. n0യ്ക്ക് പകരം എന്ത് തന്നെ ഇടാം, n1 എന്നിടാം. λ1 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. λ1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അപ്പം ഇവിടെ നമുക്ക് കളയാം, λ1നെ കളയാം. ഇവിടെ 0 ആക്കി കളയല്ലേ, അപ്രോക്സിമേറ്റ്ലി ആണ് 0. അതുകൊണ്ട് ഇവിടെ നമുക്ക് എടുക്കാം. ഇവിടെ അങ്ങനെ 0 എന്ന് എടുത്ത് കളയില്ല, കാരണം അതിൻ്റെ മൊത്തം വാല്യൂ 0 ആയിപ്പോൾ. 0 അല്ലല്ലോ n2. അപ്പോൾ അങ്ങനെ എടുത്ത് കളയരുത്. ഏത്, ഇവിടുത്തെ λ1 അതേപോലെ നിർത്തുക. ഇവിടെയും നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0 എന്ന് എടുക്കാം. ഇതൊക്കെ രണ്ട് അപ്രോക്സിമേഷൻ കൊടുക്കുക. n1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n0 λ2 മൈനസ് λ1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു λ2. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും, n2 ഈക്വൽ ടു λ1/λ2 ഇൻറ്റു n1 ഇൻറ്റു 1 മൈനസ് ഇത് e റേസ് ടു 0 1 ആകും. അപ്പോൾ സോ 1 മൈനസ് e റേസ് ടു മൈനസ് λ2t എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ആഫ്റ്റർ എ വെരി ലോങ് ടൈം, ഒരുപാട് സമയം കഴിയുമ്പോൾ നമുക്കറിയാം വെൻ ടി ഗോസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ടി വളരെ വലുതാകുമ്പോൾ e റേസ് ടു മൈനസ് λ2 ടി എന്താ, നെഗ്ലിജിബിൾ ആകും. ഓക്കെ, ഇത് എത്രത്തോളം വലുതാകുന്നോ ഇതിൻ്റെ വാല്യൂ അത്രത്തോളം ചെറുതായി വരും. ഓക്കെ, നിങ്ങളെ എക്സ്പോണൻഷ്യലിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും അതെന്ത് ചെറുതായി വരും. അപ്പോൾ ടി വലുതാകും തോറും ഒരുപാട് സമയത്തിന് ശേഷം e റേസ് ടു മൈനസ് λ2t ബിക്കംസ് നെഗ്ലിജിബിൾ. അപ്പോൾ ആ വാല്യൂ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് n2 ഈസ് ഈക്വൽ ടു λ1/λ2 ഇൻറ്റു n1 അല്ലേ. ഈ വാല്യൂ 0 ആയി. അപ്പോൾ ഇതെന്ന് കിട്ടും. ദാറ്റ് ഈസ്, ഇതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ λ1 n1 ഈക്വൽ ടു λ2 n2 അല്ലേ. λ1 n1 എന്ന് പറയുന്നത് എന്താണ്, ഡി കെ റേറ്റ് ഓഫ് പാരൻറ്റ്. λ2 n2 ഈസ് ഡി കെ റേറ്റ് ഓഫ് ഡോട്ടർ. അതായത് പാരൻറ്റിൻ്റെ ഡി കെ റേറ്റും ഡോട്ടറിൻ്റെ ഡി കെ റേറ്റും ഈക്വലായി. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡോട്ടറിൻ്റെ ഗ്രോത്ത് റേറ്റും ഡോട്ടറിൻ്റെ ഡി കെ റേറ്റും ഈക്വലായി. അതായത് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ ഡോട്ടർ റിമെയിൻസ് പ്രാക്ടിക്കലി ദ സെയിം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞ, റേറ്റ് ഓഫ് ഡി കെ ഓഫ് പാരൻറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡി കെ ഓഫ് ഡോട്ടർ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഡോട്ടർ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡി കെ ഓഫ് ഡോട്ടർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡോട്ടർ ആറ്റംസ് പ്രാക്ടിക്കലി റിമൈൻസ് ദ സെയിം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞ 3 കാര്യവും ഒരേ സാധനം തന്നെയാണ്, പല രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദ പാരൻറ്റ് ഈസ് ഇൻ സെക്യുലർ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് ഡോട്ടർ. ഓക്കെ, അതായത് പാരൻറ്റും അതുപോലെ തന്നെ നിൽക്കുന്നു, ഡോട്ടറും അതുപോലെ തന്നെ നിൽക്കുന്നു. ഓൾമോസ്റ്റ് കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ പറയും സെക്യുലർ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു നിർത്തുമ്പോൾ എപ്പോഴും പ്രധാനപ്പെട്ട കാര്യം കണ്ടീഷനാണ്. എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ സെക്യുലർ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ സാധിക്കും. പാരൻറ്റ് ഈസ് വെരി ലോങ് ലീവ്ഡ്, T1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ T2. ഓക്കെ, ആദ്യത്തെ പോയിൻ്റ് പാരൻസ്. രണ്ടാമത്തെ പോയിൻ്റ് പാരൻറ്റിൻ്റെ ഡി കെ കോൺസ്റ്റൻറ്റ് നെഗ്ലിജിബിൾ ആയിരിക്കണം കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് ഡോട്ടർ. λ1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്തിലേക്ക്, സെക്യുലർ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സെക്യുലർ ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, റേഡിയം.
ഡി ഓഫ് റേഡിയം ഇൻറ്റു റാഡൺ. അപ്പോൾ അതാണ് ഇക്വേഷൻ. റേഡിയമാണ് ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിരിക്കുന്നു, റെഡോൺ ആയിട്ട് മാറുകയാണ്. ഈ റേഡിയത്തിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് കണ്ടോ ഇത്രയും വലുതാണ്, റേഡണിൻ്റെതോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ T1 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ T2. അങ്ങനെയെങ്കിൽ λ1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് നമുക്ക് എടുക്കാം. ആഫ്റ്റർ എ ലോങ് ടൈം റെഡോൺ വിൽ ബി ഇൻ സെക്യുലർ ഇക്വിലിബ്രിയം വിത്ത് റേഡിയം. അപ്പോൾ അതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തതെന്ന് പറയുന്നത് ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യുലർ ഇക്വിലിബ്രിയത്തിൽ എയുടെയും ബിയുടെയും അതായത് പാരൻറ്റിൻ്റെയും ഡോട്ടറിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയത്തിൽ വരുമ്പോഴത്തേക്ക് ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയല്ല, ഇതിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. നേരത്തെ ഓർക്കുക, ഇത് സെക്യുലർ ആയിരിക്കുമ്പോൾ N1 N2 സെപ്പറേറ്റ്ലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ട്രാൻസിയൻ്റ് ആകുമ്പോൾ N1/N2 എന്ന റേഷ്യോയാണ് കോൺസ്റ്റൻ്റ് ആകുന്നത്. അതായത് N1 ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ N2ഉം അതേപോലെ ഡിക്രീസ് ചെയ്യുന്നു അല്ലേ, എന്നാലല്ലേ എന്ത് റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കൂ അല്ലേ. N1 കൂടുകയാണെങ്കിൽ N2 അതുപോലെ കൂടുക, ഒരേപോലെയാണ് ചേഞ്ച് വരുന്നത് എന്നാണ് ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേഞ്ച് ഒരുപോലെ വരുന്നു. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം ക്ലിയറായിട്ട് മനസ്സിലാക്കുക. സെക്യുലർ ആകുമ്പോൾ എന്താണ് കോൺസ്റ്റൻ്റ് ആണ്, N1ഉം N2ഉം കോൺസ്റ്റൻ്റ് ആണ്. ട്രാൻസിയൻ്റ് ആകുമ്പോഴത്തേക്ക് N1/N2 കോൺസ്റ്റൻ്റ് ആകുന്നുള്ളൂ. In a radioactive series, if the ratio of the number of parent atoms to that of the daughter atoms remain constant at any instant of time, ഇതും ഒരു ആഫ്റ്റർ എ ലോങ് ടൈം എന്നുണ്ട്. ആദ്യമൊന്നും ആവില്ലേ, only after a long time, കുറേ സമയത്തിന് ശേഷമേ അങ്ങനെ ആവുള്ളൂ. ഇങ്ങനെ എഴുതണ്ട, ആഫ്റ്റർ എ ലോങ് ടൈം then the parent and the daughter are said to be in transient equilibrium. അപ്പം കുറച്ചല്ല ഒരു സമയം, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിന് ശേഷം നമ്പർ ഓഫ് പാരൻ്റ് ആറ്റംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡോട്ടർ ആറ്റംസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയം. ഇനി ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് ചെന്നെത്താനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് പാരൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡോട്ടർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് വെരി ലോങ്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാരൻറ്റിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് ഡോട്ടറിൻ്റെ ഹാഫ് ലൈഫ് പീരീഡിനേക്കാളും വലുതായിരിക്കണം. ഓക്കെ, T1 must be greater than T2 but it is not very long. ഒരുപാട് വലിയ വ്യത്യാസം വരാൻ പാടില്ല. ഇപ്പോൾ സെക്യുലാറിൽ നമ്മൾ പറഞ്ഞ് T1 T2വിനേക്കാളും വളരെ വലുതാണ് അല്ലേ, T1 വളരെ വലുതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വളരെ വലുതാണ് എന്ന കണ്ടീഷൻ എവിടെ വരുന്നില്ല, ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയത്തിൽ വരുന്നില്ല. വലുതാണ്, T1 ഈസ് ഗ്രേറ്റർ ദാൻ T2, ഒരുപാട് കൂടുതൽ അല്ല. അപ്പോൾ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം എന്താണ്, λ1 cannot be neglected. അപ്പോൾ λ1 λ2വിനേക്കാളും കുറവാണ്, പക്ഷേ ഇവിടെ λ1നെ അപ്രോക്സിമേറ്റ് ടു 0 എന്ന് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി നെഗ്ലക്റ്റഡ്. കാരണം T1 ഒരുപാട് വലുതല്ല, T2വിനേക്കാളും വലുതാണ് എന്നേ ഉള്ളൂ. റിലേറ്റീവ് ടു T2 ഇറ്റ് ഈസ് ഗ്രേറ്റർ എന്നേ ഉള്ളൂ, നോട്ട് വെരി ലോ. അതുകൊണ്ട് λ1 കനോട്ട് ബി നെഗ്ലക്റ്റഡ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒൺലി ആഫ്റ്റർ എ ലോങ് ടൈം, കുറേ സമയം കഴിഞ്ഞാലേ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ട് കണ്ടീഷൻ, T1 ഗ്രേറ്റർ ദാൻ T2 ബട്ട് നോട്ട് വെരി ലോങ്. അതേപോലെ λ1 കനോട്ട് ബി നെഗ്ലക്റ്റഡ്. പിന്നെ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഓൺലി ആഫ്റ്റർ എ ലോങ് ടൈം. ഇനി നമുക്ക് പ്രൂഫിലേക്ക് പോകാം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ ഒരു കണ്ടീഷൻ N1/N2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നൊരു സ്റ്റേജിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് വേണം തുടങ്ങാൻ അല്ലേ. എന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ലോ ഓഫ് സക്സസീവ് ഡിസൻറ്റഗ്രേഷൻ, അതിലേക്ക് നമ്മുടെ കണ്ടീഷൻ ഇട്ട് കൊടുക്കുക. ആഫ്റ്റർ എ ലോങ് ടൈം എന്നാണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞത്. അപ്പോൾ ലോങ് ടൈം കഴിയുമ്പോൾ e⁻⁻ λ2t വന്നിട്ടുണ്ട്.
അപ്പോൾ ടി ലാർജ് ആകുമ്പോൾ ഇതെന്താകും, നെഗ്ലിജിബിൾ ആകും കമ്പയർഡ് വിത്ത് ഇ റേസ് ടു മൈനസ് ലാംഡ 1 ടീനെ അപേക്ഷിച്ചിട്ട്. കാരണം എന്താണ്, ലാംഡ 2 ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ 1 അല്ലേ. അപ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ 2 ടി ഫാൾസ് ഓഫ് റാപ്പിഡ്ലി അല്ലേ. ടി വലുതാകുമ്പം ഇതെന്ത് ചെയ്യുന്നു, ഇ റേസ് ടു മൈനസ് ലാംഡ 2 ടി ചെറുതാകും. അതേപോലെ തന്നെ ഇ റേസ് ടു മൈനസ് ലാംഡ 1 ടിയും ചെറുതാകും. പക്ഷേ ലാംഡ 2 എന്ന് പറയുന്നത് ലാംഡ 1നേക്കാളും വലുതായതുകൊണ്ട് ഇ റേസ് ടു മൈനസ് ലാംഡ 2 ടി ഫാൾസ് ഓഫ് റാപ്പിഡ്ലി ദാൻ ഇ റേസ് ടു മൈനസ് ലാംഡ 1 ടി. ഇത് പെട്ടെന്ന് കുറയും, ഇതിനെ അപേക്ഷിച്ച് ഇത് പെട്ടെന്ന് കുറയും. കാരണം ലാംഡ 2 എന്ന് പറയുന്നത് ലാംഡ 1നേക്കാളും വലുതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇ റേസ് ടു മൈനസ് ഇതിനെ അല്ലേ, ഈ വാല്യൂ എന്തായിട്ട് മാറും, 0 അല്ലേ. ഇത് 0 ആയിട്ട് എടുക്കാം. പിന്നെ ബാക്കി എന്തൊക്കെ ടേംസ് വരും, n2 ഇസ് ഈക്വൽ ടു ലാംഡ 1 ബൈ ലാംഡ 2 മൈനസ് ലാംഡ 1 n0 ഇ റേസ് ടു മൈനസ് ലാംഡ 1 ടി. ഈ ടേമിനെ മാത്രം നമ്മൾ 0 എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തു എന്തുകൊണ്ട് 0 കൊടുക്കാൻ പറ്റുന്നു. കാരണം നമ്മുടെ കയ്യിലിരുന്ന രണ്ടാമത്തെ കണ്ടീഷൻ ദ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഓൺലി ആഫ്റ്റർ എ വെരി ലോങ് ടൈം. അപ്പോൾ ആ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ള അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ n1 ഈസ് ഈക്വൽ ടു n0 ഇ റേസ് ടു മൈനസ് ലാംഡ 1 ടി ആണല്ലേ. നമ്മുടെ കണ്ടീഷൻ അല്ല, ഇത് ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ബേസിക് ഇക്വേഷൻ. പാരൻ്റ് ആറ്റത്തിൻ്റെ കോൺസെൻട്രേഷൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ n0 ആണെങ്കിൽ ആഫ്റ്റർ എ ടി ടൈം ഇറ്റ് ബിക്കംസ് n1 അല്ലേ, ഡീകേ ചെയ്തിട്ട് n1 ആയിട്ട് മാറും. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, n1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. n1 എന്ന് പറയുന്നത് ടി സമയത്തിൽ നമ്പർ ഓഫ് പാരൻ്റ് ആറ്റംസ്, n2 എന്ന് പറയുന്നത് ടി സമയത്തിലെ നമ്പർ ഓഫ് ഡോട്ടർ ആറ്റംസ് അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ടി എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാരൻ്റ് ആറ്റംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡോട്ടർ ആറ്റംസ് അല്ലേ ഇസ് ഈക്വൽ ടു, ഇക്വേഷനിൽ നിന്ന് എഴുതിയിരിക്കുകയാണ് ലാംഡ 2 മൈനസ് ലാംഡ 1 ബൈ ലാംഡ 1. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം ഡി കെ കോൺസ്റ്റൻറ്റുകളാണ്, അതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ വി ഗെറ്റ് n1 ബൈ n2 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ആഫ്റ്റർ എ വെരി ലോങ് ടൈം അല്ലേ. നമ്മൾ ആ കണ്ടീഷൻ ഇട്ടത് കൊണ്ടാണ് ഇതിലേക്ക് എത്തിയത്. ഇ റേസ് ടു മൈനസ് ലാംഡ 2 ടി നമുക്ക് കളയാൻ പറ്റി. അത് എപ്പോൾ മാത്രം, ഒൺലി ആഫ്റ്റർ എ വെരി ലോങ് ടൈം ദ റേഷ്യോ ഓഫ് the number of parent atoms to that of the daughter atoms becomes constant. Then the parent and daughter are in transient equilibrium. Okay, അപ്പോൾ ഇതാണ് ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ പറഞ്ഞിരിക്കുകയാണ്. സെക്യുലർ ഇക്വിലിബ്രിയം ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് n1 ബൈ n2 ഇസ് ഈക്വൽ ടു ലാംഡ 2 ബൈ ലാംഡ 1. ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയം ആണെങ്കിലോ n1 ബൈ n2 ഇസ് ഈക്വൽ ടു ലാംഡ 2 മൈനസ് ലാംഡ 1 ബൈ ലാംഡ 1. ഓക്കെ, n1 എന്ന് പറയുന്നത് ടി സമയത്തിൽ ഉള്ള നമ്പർ ഓഫ് പാരൻ്റ് ആറ്റംസ്, n2 എന്ന് പറയുന്നത് ടി സമയത്തിലുള്ള നമ്പർ ഓഫ് ഡോട്ടർ ആറ്റംസ്. ലാംഡ 1ഉം ലാംഡ 2 ഒക്കെ ഡി കെ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ കേസിൽ വന്നിട്ട് n1 കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് n2ഉം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് ട്രാൻസിയൻ്റ് ഇക്വിലിബ്രിയത്തിൽ വന്നിട്ട് n1 ചേഞ്ചിങ് ആണ്, അതുകൊണ്ട് n2ഉം ചേഞ്ചിങ് ആയിരിക്കും. n1 ബൈ n2 എങ്ങനെയായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമ്മുടെ പാരൻറ്റിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഡോട്ടറിൻ്റെ ലൈഫ് ടൈമിനേക്കാളും കുറവാണെങ്കിൽ ഡോട്ടർ ഡീകേ ചെയ്ത് തീരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു പോകും, പാരൻറ്റ് ഡീകേ ചെയ്ത് തീരും അല്ലേ. കാരണം അതിന് ഷോർട്ടർ ലൈഫ് ടൈമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻസ് നിൽക്കുന്നതെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരില്ല. നോ ഇക്വിലിബ്രിയം വിൽ ബി അറ്റൈൻഡ് when the parent has a shorter half-life period than that of daughter, that is when lambda 1 is greater than lambda 2 അല്ലേ. T1 is less than T2, lambda 1 greater than lambda 2, no state of equilibrium is attained.